ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് മീലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടികൾ വളരെ വിശന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മീലൊക്കെ അവരുടെ ടിഫിൻ ബോക്സിൽ തന്നെ ഇത് എടുത്തു വെച്ചിട്ട് കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു മീലാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് റൈസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയുമാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. ഗീ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10-12 ഉലുവ ചേർക്കുക, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറുതായി നുറുക്കിയ കാഷ്യൂസ് ചേർക്കുക. കശുവണ്ടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കുക. എരിവിനുള്ള 1 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് സോട്ടാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് ഇത് കുറച്ച് ചേർത്താൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുരുമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1/4 കപ്പ് ക്യാരറ്റും പിന്നെ 1/4 കപ്പ് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചോപ്പ് ചെയ്ത ക്യാബേജ് ചേർക്കുക. ക്യാബേജാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ 1.5 കപ്പ് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിളിന് മാത്രം വേണ്ട ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വാടി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വേവിച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ചേർക്കാവുന്നതാണ് വേവിച്ചിട്ട്. ഇത് ബസ്മതി റൈസ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ഈ റൈസ് ചേർക്കുമ്പോൾ ബിരിയാണി പോലെ തന്നെ ഇരിക്കും. പിന്നെ ക്യാബേജൊക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിന് വേണ്ട കുറച്ച് ഉപ്പ് തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീലാണിത്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ വളരെ നല്ലൊരു മീലാണ്. ഓഫീസിലൊക്കെ വലിയവർക്കും കൊണ്ടുപോകാൻ നല്ലതാണ്. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ക്യാബേജ് ആയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. ഇതിലേക്ക് ഇനി കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീലാണിത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു മീലാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലതാണ്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.